ഗൈസ് വയനാട് വള്ളിയൂർക്കാവിൽ പോകേണ്ട പരിപാടിയാണ്. സോ ഇപ്പോൾ വിട്ടാലൊരു 6 മണിയായി, ഒരു 7-8 മണിക്ക് എത്തുമെന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ 2 റൂട്ട് കാണുന്നുണ്ട്, കൂത്തുപറമ്പ് വഴിയും കുറ്റ്യാടി വഴിയും. ഇവൻ പറയുന്നത് കൂത്തുപറമ്പ് വഴി പോകാമെന്നാണ് പറയുന്നത്. അത് പക്ഷേ 12 കിലോമീറ്റർ അധികമാണ്. എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ പോകാനോ? അതാണ് നല്ല. എന്നാൽ ഫസ്റ്റ് നമ്മൾ ആ വഴി പോയിട്ട് തിരിച്ചിറങ്ങൽ കുറ്റ്യാടി വഴിയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ കൂത്തുപറമ്പ് വഴി ചൊരങ്കര. ഗൈസ് അങ്ങനെ ഇപ്പോൾ സമയം എത്ര 9:30 അല്ലേ? 9:30 ഗൈസ്. 9:30 നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട്. എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം കേട്ടോ എന്താ സ്ഥിതി. അവിടെ ഒരു തറയുണ്ട്, എനിക്കൊന്ന് ഗുളികൻ്റെ തറയാണെന്ന് തോന്നുന്നു. പ്രതിഷ്ഠ തറ നല്ലതാണ്. നമ്മളെ നാട്ടിൽ തറ എന്നാ പറയുക ആണ്. ഗൈസ് ഇഷ്ടം പോലെ ആളുകളാണ്, കാരണം അത്രയും വണ്ടിയും പോകുന്നുണ്ട് ഇതിൽ കൂടെ. നല്ല തിരക്കാട്ടോ, നല്ല തിരക്കാന്ന് വെച്ചാൽ നല്ല തിരക്കാ ഇവിടെ. വാ ഇതെന്ത് തിരക്കാടാ ഗൈസ്. നമ്മൾ ചന്തയിലോട്ട് എത്തി, നല്ല തിരക്കാ. മാത്രമല്ല നല്ല പൊടിയും. ഗൈസ് അത് നോക്കിയേ, ഒരു JNB-യിൽ 2 പിന്നെ 2 തൊട്ടിലും. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് കാണേ. നമ്മൾ ചന്തേൻ്റെ ഉള്ളിൽ കയറി, പക്ഷേ ഫുള്ള് പൊടിയാണ്, രസമില്ല. ടവലൊക്കെ കെട്ടിയിട്ടാണ്, നല്ല പൊടിയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു, ഇന്നത്തെ ഓരോന്ന് വാങ്ങിച്ചിട്ടില്ല. ഇതൊന്നും നോക്കലുണ്ടോ? അങ്ങനത്തെ സാധനം ഇട്ട് കാറ്റിലിട്ടിട്ട് മറ്റേ റൗഡിയിലൊക്കെ പോകുന്നത്. ഗൈസ് ഒരു രക്ഷയില്ല, നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. റോഡ് ഇവിടെ നല്ല തിരക്കുവാണ്, നല്ല പൊടിയും എല്ലാം കൂടെ അലമ്പായിട്ടാണ്. ഇനി നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങി നേരെ തിരിച്ചു പോകുന്നത് കുറ്റ്യാടി ചുരം വഴിയാണ്. അപ്പോൾ കുറ്റ്യാടി ചുരമൊക്കെ കണ്ട് 2 ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ പോയിട്ടായി. ഇപ്പോൾ സമയം ഇപ്പോൾ 10 മണി, 10:10. ഇപ്പം ഇവിടുന്ന് 1 മണിക്കൂർ, ഒരു 11 മണിക്ക് നമ്മൾ ചുരത്തിലെത്തും വിചാരിക്കുന്നത്. ഒരു 1-1.5 മണിക്കൂർ എടുക്കും എന്തായാലും. അവിടുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് തണുപ്പൊക്കെ കൊണ്ട് നമുക്ക് മെല്ലെ അവിടെ ഇരിക്കാം. ഞാൻ എടുക്കാം. എന്നിട്ട് ഒരു വീട്ടിലേക്ക് ഒരു 1 മണി നമുക്ക് എത്തുമെന്ന് വിചാരിക്കാം. നല്ലൊരു ചുക്ക് കാപ്പി കണക്കിട്ട് തൊണ്ടകന്നൊക്കെ തലകന്നൊക്കെ ഉഷാറായിരിക്കും. കിട്ടില്ല അടിപൊളിയാണല്ലോ. ചെവി കൂടെ സാധനം പോയില്ല. എന്തെങ്കിലും ഒരു ബോട്ടിൽ പോയിട്ട് ഇവിടെ വാങ്ങിച്ചോ. ഞാനൊരു ബോട്ടിലാട്ടാ. തൊണ്ടക്ക് നല്ലോണം അറിയുന്നു. തൊണ്ടക്ക് ഇങ്ങനെ അടിച്ച് കുത്തിക്കായിരുന്നു സാധനം. ചെവി കൂടെ സാധനം ഞാനിവിടുന്ന് വാങ്ങിയതാണ്. കുടിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിലെടുക്കുക. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ശകട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ അമല് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമലിനെ കിട്ടിയിട്ടുണ്ട്. ഇവന് പറ്റിയ പെൺകുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. വിവാഹിതനാണ്, സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട്. കാറാണ് ഇവന്റെ. കല്യാണം കഴിക്കാൻ മുട്ടിക്കുന്നതാണ്. വയസ്സ് 30 ആകാൻ പോകുന്നു. ഏതെങ്കിലും നല്ല യുവതി ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തോളാം. ഇൻസ്റ്റാഗ്രാം ആയിട്ട് താഴെ ഇൻസ്റ്റാഗ്രാം എന്തായാലും അമൽ CS അടിച്ചായി ഫസ്റ്റ് ഇവന്റെ പേര് വരും. അങ്ങനെ ഇത് തൊട്ടിൽ പാലത്ത് നമ്മളിത് ഇവിടുന്ന് പോവാണ് നേരെ വീട്ടിലേക്ക്. റെഡിയില്ല പോന്ന കഴിഞ്ഞ ഒരു ചായ പൊടി എടുക്കുന്ന 2 ചായയും കുടിക്കണം. ഗൈസ് ഫൈനലി വീട്ടിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം ഉറങ്ങണം. അപ്പോൾ ബൈ.